നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി നമുക്ക് മുന്നിലുള്ളത് 24 മണിക്കൂർ മാത്രമാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ യമനിൽ ചർച്ച നടത്തി. പക്ഷേ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയുള്ള ഓരോ മിനിറ്റും നിർണായകമാണ്, ഓരോ നീക്കവും നിർണായകമാണ്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഒരു വളരെ ശുഭകരമായ വാർത്ത പറഞ്ഞ് അടുത്തത് നമുക്ക് പറയേണ്ടി വരുന്നത് ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, അത് നിമിഷപ്രിയയുടെ മോചനമാണ്. ആ കുടുംബം ഇതുവരെയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സാഹചര്യത്തിൽ ചർച്ചകൾ വളരെ ദുഷ്കരമാണ്. പക്ഷേ കാന്തപുരത്തിന്റെ ഇടപെടലിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നലെ വലിയ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കുടുംബവും ഒപ്പം തന്നെ മറ്റുള്ളവരും ഉള്ളത്. കാരണം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഒന്ന്, ഈ ശിക്ഷാവിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. മറ്റൊന്ന്, ഈ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കാനുള്ളൊരു നീക്കവും ഇതിൻ്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ചർച്ചകളൊന്നും തന്നെ ഫലവത്തായില്ല എങ്കിൽ നാളെ ഈ ശിക്ഷാ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നാളെയാണ് ഈ വധശിക്ഷ നടപ്പാക്കേണ്ട ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ ജയിലധികൃതർ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സനായിലെ ക്രിമിനൽ കോടതിയിൽ ഹർജി നൽകാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടിയന്തരമായി തന്നെ ഇന്നത് സനായിലെ ക്രിമിനൽ കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികമായും നാളെ വധശിക്ഷ നടപ്പാക്കേണ്ട ഒരു കേസായതിനാൽ തന്നെ ഇന്ന് തന്നെ അത് അടിയന്തരമായി പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അത് നീട്ടിവെക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ നേരത്തെ ഈ ഉത്തരവൊക്കെ ഇറക്കിയതായതുകൊണ്ട് തന്നെ ക്രിമിനൽ കോടതി അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ചയാണ്. അതായത് ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബത്തിന് ഇക്കാര്യത്തിലുള്ള ഐക്യമില്ല എന്നുള്ളതാണ്. ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ പല ആളുകൾക്കും അതിൽ എതിർപ്പുണ്ട്. ചില ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യജീവൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അതിൽ അനുകൂലിക്കുന്ന ചില ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഗോത്ര വിഭാഗക്കാർ, കാരണം ഈ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട അവിടുത്തെ MLA ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പൗരൻ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട തലാൽ. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾക്ക് ഈ ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. കേന്ദ്രം ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. കാരണം ചെയ്യാനുള്ളതെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു അനുകൂല നിലപാട് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, യമൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു സൂചനയും ലഭ്യമായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇപ്പോഴും നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസവും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് ഇന്നും തുടരുമെന്നുള്ളത് തന്നെയാണ്. ഈ ഗോത്ര വിഭാഗക്കാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യും. സുന്നി വിഭാഗത്തിൻ്റെ നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്. ആ സംഘം അവിടെയുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രതിനിധികളുണ്ട്, നിമിഷയുടെ കുടുംബമുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഈ കുടുംബത്തെ അനുനയിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ തലാലിൻ്റെ സഹോദരനാണ് ഈ ഒരു തരത്തിലും ഈ ദിയാദനം സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കുടുംബാംഗങ്ങളിൽ ചിലർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ മകനെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരനെയൊക്കെ വലിയ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി മാറ്റിയ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാപ്പും നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് അർഹിക്കുന്നില്ല എന്ന നിലപാടാണ് ഒരു വിഭാഗം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗോത്ര വിഭാഗക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇത്തരത്തിൽ ഈ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു പൗരനെ കൊലപ്പെടുത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ദിയാദനം കൈപ്പറ്റിക്കൊണ്ട് അത്തരത്തിൽ ഒരു മാപ്പ് നൽകേണ്ട ആവശ്യകത ഉണ്ടോ ഈ കേസിൽ എന്നുള്ളതാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ കുടുംബത്തെ മാത്രം അനുനയിപ്പിച്ചാൽ മതിയെങ്കിൽ ഇപ്പോൾ ഗോത്ര വിഭാഗത്തെ കൂടി അനുനയിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും അനുനയിപ്പിക്കുന്ന ചർച്ചകൾ ഇന്ന് പുരോഗമിക്കുകയാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ ശിക്ഷാവിധി റദ്ദാക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടായാൽ പോലും തന്നെ നാളത്തെ ഈ ശിക്ഷ നടപ്പാക്കുന്ന ആ സമയം അത് നീട്ടി വെക്കാനുള്ള ഒരു തീരുമാനം സനായിലെ ക്രിമിനൽ കോടതി ഇന്ന് അനുവദിച്ചാൽ അത് വളരെ ആശ്വാസകരമാകുമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാത്തിരിപ്പാണ് ശ്രീജ ഇനിയുള്ളത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിലൂടെ ആ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും. ദിയാധനം സ്വീകരിക്കുക എന്നതാണ് ശരീഅത്ത് നിയമപ്രകാരം
ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട കാര്യം. പക്ഷെ അത് കുടുംബം തയ്യാറല്ല എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അക്കാര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്.